നമസ്കാരം. സുജാത എന്നും ശരണ്യ എന്നും പേരുള്ള ഹിന്ദു കുട്ടികളും മേരി എന്നും മരി എന്നും പേരുള്ള ക്രിസ്ത്യൻ കുട്ടികളും പേര് മാറ്റി ആമിനയും ആസിയയും ഒക്കെയായി ജീവിക്കുന്ന നാടാണ് പാകിസ്ഥാൻ. ഇതൊരു അതിശയോക്തിയല്ല. ജിന്നയുടെ വിശുദ്ധ നാട്ടിലെ അവശേഷിക്കുന്ന ന്യൂനപക്ഷങ്ങൾ തന്നെ സമ്മതിച്ച കാര്യമാണ്. സ്കൂളിൽ നടക്കുന്ന ചെറിയ തർക്കങ്ങൾ പോലും മതനിന്ദാക്കുറ്റമാവുന്നത് തടയാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെ പേര് മാറ്റി പറയുന്നത്. ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് നിർബന്ധിച്ച് മതം മാറ്റി മൂന്നാമത്തെയോ നാലാമത്തെയോ ഭാര്യയാക്കുന്ന പരിപാടിയും ഇവിടെ ഇന്നും നടക്കുന്നുണ്ട്. അന്യമത വിദ്വേഷം പുളയ്ക്കുന്ന ഒരു രാജ്യത്ത് തെഹ്രീകെ താലിബാനും ഷിയ തീവ്രവാദികളും ഐസിസും അൽ ഖ്വയ്ദയും എല്ലാം തകർക്കുന്ന ലോകത്തിന്റെ മതമൗലികവാദ തലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന മാറ്റം നോക്കുക. പാകിസ്ഥാനിലെ ഏറ്റവും പ്രമുഖ നഗരമായ ലാഹോറിൽ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 9 പ്രമുഖ സ്ഥലങ്ങളുടെ പേരുകളാണ് ഔദ്യോഗികമായി മാറ്റിയത്. ലാഹോറിലെ തെരുവുകൾക്കും പ്രദേശങ്ങൾക്കും വിഭജനത്തിന് മുൻപുള്ള പഴയ ഹൈന്ദവ, സിഖ്, ജൈന കൊളോണിയൽ പേരുകൾ തിരികെ നൽകാനാണ് പഞ്ചാബ് പ്രവിശ്യ സർക്കാരിന്റെ തീരുമാനം. ലാഹോർ ഹെറിറ്റേജ് ഏരിയ റിവൈവൽ എന്ന പൈതൃക സംരക്ഷണ പദ്ധതിയുടെ ഭാഗമാണിത്. ഈ ചരിത്രപരമായ മാറ്റങ്ങൾക്കെതിരെ പാകിസ്ഥാനിലെ മതമൗലികവാദ സംഘടനകളിൽ നിന്ന് കാര്യമായ വലിയ പ്രതിഷേധങ്ങളൊന്നും ഇതുവരെ ഉയർന്നിട്ടില്ല എന്നത് ഈ നീക്കത്തിന് പിന്നിലെ വ്യക്തമായ രാഷ്ട്രീയ പിന്തുണ വ്യക്തമാക്കുന്നു. ചരിത്രപരമായ പേരുകൾ സംരക്ഷിക്കേണ്ടത് നഗരത്തിന്റെ സ്വത്വത്തിന് അത്യാവശ്യമാണെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി മരീൻ നവാസ് വ്യക്തമാക്കി. ചരിത്രപരമായ പേരുകളെ മാറ്റുന്നത് ചരിത്രത്തെ തന്നെ തമസ്കരിക്കുന്നതിന് തുല്യമാണെന്ന് ലാഹോറിലെ ബീക്കൺ ഹൗസ് സർവകലാശാലയിലെ അധ്യാപകൻ സാദ് മാലിക് പറയുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ചരിത്രപരമായ പേരുകളെ സംരക്ഷിക്കുന്നത് പോലെ ലാഹോറും അതിൻ്റെ വേരുകളിലേക്ക് മടങ്ങണമെന്ന് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോഴും ഇസ്ലാമിക തീവ്രവാദികളുടെ ഭീതി അവിടെ ഒളിഞ്ഞുകിടപ്പുണ്ട്. അവർ എപ്പോഴാണ് തങ്ങളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുന്നത് അറിയില്ല. എങ്കിലും ഒരു കാര്യം സമ്മതിക്കണം, സാമ്പത്തികമായി തകർന്നതോടെ ടൂറിസം വരുമാനം കൂട്ടുക എന്ന ലക്ഷ്യം വെച്ച് ഗത്യന്തരമില്ലാതെയാണെങ്കിലും പാകിസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അംഗീകരിക്കേണ്ടത് തന്നെയാണ്. ലാഹോറിലെ 9 പ്രധാന നഗരങ്ങൾക്കാണ് പഴയ പേര് തിരികെ ലഭിച്ചത്. ലാഹോറിലെ ഏറ്റവും പ്രശസ്തമായ ഇസ്ലാംപുര പ്രദേശം ഔദ്യോഗികമായി വീണ്ടും കൃഷ്ണനഗറായി മാറി. ബാബറി മസ്ജിദ് ചൗക്ക് ജൈൻ മന്ദിർ ചൗക്കായി. 1990കളിൽ ബാബറി മസ്ജിദ് തകർത്തതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ചരിത്രപ്രസിദ്ധമായ ജൈനക്ഷേത്ര പരിസരത്തിന് ബാബറി മസ്ജിദ് ചൗക്ക് എന്ന പേര് മാറ്റിയത്. അതിപ്പോൾ വീണ്ടും ജൈൻ മന്ദിർ ചൗക്കായി മാറി. സിഖ് പാരമ്പര്യമുള്ള സന്ത് നഗർ എന്ന പേര് മാറ്റി മുമ്പ് സുന്നത്ത് നഗറാക്കിയിരുന്നു. അതിപ്പോൾ വീണ്ടും സന്ത് നഗറായിരിക്കുകയാണ്. മൗലാന സഫർ അലി ഖാൻ ചൗക്ക് ലക്ഷ്മി ചൗക്കായി മാറി. ലാഹോറിലെ ഏറ്റവും തിരക്കേറിയതും ഭക്ഷണപ്രിയരുടെ കേന്ദ്രമാണ് ഈ ജംഗ്ഷൻ. ലാഹോറിലെ ഏറ്റവും പഴക്കമേറിയ പ്രദേശങ്ങളിലൊന്നായ ധരംപുരയ്ക്കും ആ പഴയ പേര് തിരിച്ചു കിട്ടി. ഇസ്ലാമൈസേഷന് ശേഷം മുസ്തഫാബാദ് എന്നായിരുന്നു ധരംപുരയുടെ പേര്. ഒരുപാട് റോഡുകൾക്കും പഴയ പേര് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്തെ ഡേവിസ് റോഡിനെ പിന്നീട് സർ ആഗാ ഖാൻ ചൗക്കാക്കി മാറ്റിയിരുന്നു. അല്ലാമ ഇക്ബാൽ റോഡ് വീണ്ടും ജയിൽ റോഡായി. നഗരത്തിലെ പ്രധാന പാതയാണിത്. ഫാത്തിമ ജിന്ന റോഡ് ഇപ്പോൾ ക്വീൻസ് റോഡായി. ഏറ്റവും പ്രധാനം, പാകിസ്ഥാന്റെ രാഷ്ട്രീയ പിതാവ് മുഹമ്മദ് അലി ജിന്നയുടെ പേരിൽ അറിയപ്പെട്ടിരുന്ന പാർക്കിന് പോലും പഴയ ബ്രിട്ടീഷ് പേര് തിരികെ നൽകി എന്നതാണ്. അങ്ങനെയാണ് ബാഗി ജിന്ന പാർക്ക് ലോറൻസ് ഗാർഡനായത്. ഈ 9 സ്ഥലങ്ങൾക്ക് പുറമെ രാംഗലി, നിലവിൽ റഹ്മാൻ ഗല്ലി, ടെമ്പിൾ സ്ട്രീറ്റ്, നിലവിൽ ഹമീദ് നിസാമി റോഡ്, എംബ്രസ് റോഡ്, നിലവിൽ നിഷ്താർ റോഡ് തുടങ്ങി നിരവധി തെരുവുകൾക്കും പ്രദേശങ്ങൾക്ക് പഴയ പേരുകൾ നൽകാനുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. കൂടാതെ മഹാരാജ രഞ്ജിത് സിംഗിൻ്റെ കാലത്തെ സിഖ് നിർമ്മിതികളും പഴയ ക്രൈസ്തവ ദേവാലയങ്ങളും ഈ പദ്ധതിയിലൂടെ സർക്കാർ നവീകരിക്കുന്നുണ്ട്. ചരിത്രപരമായ പേരുകൾ മാറ്റുന്നത് നഗരത്തിൻ്റെ സ്വന്തം ചരിത്രത്തെ തമസ്കരിക്കുന്നതിന് തുല്യമാണെന്ന് ലാഹോർ ഭരണകൂടം ഇപ്പോൾ വിലയിരുത്തുന്നുവെന്ന് ഡോൺ പത്രം എഴുതുന്നു. ലാഹോർ എന്നത് കേവലം ഒരു ഇസ്ലാമിക നഗരമല്ല, മറിച്ച് മുസ്ലിം, സിഖ്, ഹിന്ദു, ക്രിസ്ത്യൻ, പാഴ്സി പാരമ്പര്യങ്ങൾ ഒത്തുചേർന്ന ഒരു ചരിത്ര നഗരമാണെന്ന യാഥാർത്ഥ്യം പുതിയ തലമുറയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കാനാണ് ഈ ശ്രമം. 1947 വിഭജനത്തിന് ശേഷം ഭരണകൂടം പല പ്രദേശങ്ങളുടെ പേരുകൾ ഔദ്യോഗികമായി മാറ്റിയെങ്കിലും ലാഹോറിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ പഴയ പേരുകൾ തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, ഔദ്യോഗിക രേഖകളിൽ മൗലാന സഫർ അലി ചൗക്ക് എന്നെഴുതിയെങ്കിലും ജനങ്ങൾ അതിനെ ലക്ഷ്മി ചൗക്ക് എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത്. ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഈ പേരുകൾക്ക് ഭരണകൂടം ഔദ്യോഗിക പദവി നൽകുക മാത്രമാണ് ഇപ്പോൾ ചെയ്തത്. ഏകദേശം 50 ബില്യൺ പാകിസ്ഥാൻ രൂപ ചെലവിട്ട് നടപ്പിലാക്കുന്ന വലിയൊരു നഗരവികസന നവീകരണ പദ്ധതിയാണിത്. മതമൗലികവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും പേരിൽ ആഗോളതലത്തിൽ നേരിടുന്ന മോശം പ്രതിച്ഛായ മാറ്റിയെടുക്കാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു. തങ്ങൾ മതസൗഹാർദ്ദവും വൈവിധ്യവും ആഗ്രഹിക്കുന്ന പുരോഗമന സമൂഹമാണെന്ന് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ കാണിക്കാനുള്ള ഒരു രാഷ്ട്രീയ നയതന്ത്രം കൂടിയാണിത്. വിനോദസഞ്ചാര മേഖലയെ, പ്രത്യേകിച്ച് പൈതൃക ടൂറിസം വളർത്താനും ഇത് സഹായിക്കും. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ പ്രാദേശികമായ സാംസ്കാരിക സ്വത്വത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വിഭജനത്തിന് മുൻപുള്ള അഭിവക്ത പഞ്ചാബിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായിരുന്നു ലാഹോർ. ഇന്ത്യയിലെ പഞ്ചാബികളുമായും ഇന്ത്യൻ സന്ദർശകരുമായുള്ള സാംസ്കാരിക ബന്ധം ദൃഢമാക്കാനും അതിർത്തികൾക്കപ്പുറമുള്ള വലിയൊരു പൈതൃകത്തെ ആഘോഷിക്കാനും ഈ നീക്കം വഴി സാധിക്കുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന് ടൂറിസം മേഖലയിലൂടെയുള്ള വരുമാനം കണ്ടെത്താനുള്ള നല്ലൊരു മാർഗമായിട്ടാണ് സർക്കാർ ഇതിനെ കാണുന്നത്.
ലാഹോറിനെ അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ എത്തിക്കുക വഴി തങ്ങൾ വികസന കാഴ്ചപ്പാടുള്ള ഭരണാധികാരികളാണെന്ന് ജനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനും പഞ്ചാബ് മുഖ്യമന്ത്രി മറിയം നവാസിനും ഇതിലൂടെ സാധിക്കുന്നു. ലാഹോർ അതോറിറ്റി ഫോർ ഹെറിറ്റേജ് റിവൈവൽ പദ്ധതിയിലൂടെ ടൂറിസം മേഖലയിൽ ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെയാണ് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത്. കോവിഡ് മഹാമാരിയുടെ പ്രാരംഭഘട്ടത്തിൽ പാകിസ്ഥാന്റെയും ടൂറിസം മേഖല പൂർണ്ണമായും തകരുകയും കനത്ത സാമ്പത്തിക നഷ്ടം നേരിടുകയും ചെയ്തിരുന്നു. കോവിഡ് നിയന്ത്രണങ്ങൾ മാറിയതോടെ പാകിസ്ഥാനിലേക്ക് എത്തുന്ന വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. പൈതൃക കേന്ദ്രങ്ങളും പ്രകൃതി ഭംഗിയും മുൻനിർത്തി ആഗോള ട്രാവൽ മാഗസിനുകൾ പാകിസ്ഥാനെ മികച്ച യാത്രാ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പോസിറ്റീവ് ട്രെൻഡ് പരമാവധി പ്രയോജനപ്പെടുത്താനാണ് ലാഹോർ പദ്ധതിയിലൂടെ സർക്കാർ ശ്രമിക്കുന്നത്. പ്രവിശ്യയിലെ 101 സിഖ് ഗുരുദ്വാരകളും 53 ചർച്ചുകളും ഉൾപ്പെടെ 170 ചരിത്ര സ്ഥലങ്ങൾ നവീകരിച്ച് ആഗോള ടൂറിസം ഹബ്ബാക്കി മാറ്റാൻ മറിയം നവാസ് സർക്കാർ ശ്രമിക്കുന്നുണ്ട്. AFD എന്ന ഫ്രഞ്ച് ഏജൻസിയുടെ സാമ്പത്തിക സഹായത്തോടെ ലാഹോർ കോട്ടയുടെ നവീകരണവും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ലാഹോർ നഗരവും ലാഹോർ കോട്ടയും പണ്ട് മുതലേ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതാണ്. ബാദ്ഷാദി മസ്ജിദ്, ഷാലിമാർ ഗാർഡൻ, ചരിത്രപ്രസിദ്ധമായ അനാർക്കലി ബസാർ എന്നിവയും ഇവിടെയാണ്. ഇവിടെ നിന്ന് മോഹൻജദാരോ, ഹാരപ്പ എന്ന ലോകപ്രശസ്തമായ സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ സാധിക്കുന്ന യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളിലേക്ക് ഒരു ടൂറിസം സർക്യൂട്ട് ഉണ്ടാക്കിയാൽ ഒരുപാട് സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുമെന്ന് വിദഗ്ധർ പറയുന്നു. പുരാതന ഗാന്ധാര സംസ്കാരത്തിന്റെയും ബുദ്ധമത പഠനത്തിന്റെയും കേന്ദ്രമായിരുന്ന തക്ഷശില എന്ന ചരിത്ര നഗരവും ചേരുന്നതാണ് ഈ സർക്യൂട്ട്. ഈ മാറ്റങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ മകളും പഞ്ചാബ് മുഖ്യമന്ത്രിയുമായ മറിയം നവാസ് ആണ്. 3 തവണ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫിന്റെ പിന്തുണ ഈ നീക്കത്തിനുണ്ട്. പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഒരു പ്രവിശ്യയുടെ മുഖ്യമന്ത്രിയാകുന്ന ആദ്യത്തെ വനിത കൂടിയാണ് മറിയം. ലാഹോറിലെ വിപ്ലവകരമായ നവീകരണങ്ങൾക്കും പേരുമാറ്റങ്ങൾക്കും പിന്നിൽ അവരാണ്. ലാഹോറിലെ തെരുവുകൾക്ക് വിഭജനത്തിന് മുൻപുള്ള പഴയ പേരുകൾ തിരികെ നൽകാനുള്ള ചരിത്രപരമായി തീരുമാനമെടുത്തത് മറിയം നവാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പഞ്ചാബ് പ്രവിശ്യ ക്യാബിനറ്റ് മീറ്റിംഗിലാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ ഫയലിൽ ഒപ്പുവെക്കുകയും പദ്ധതിക്ക് ഔദ്യോഗിക പദവി നൽകുകയും ചെയ്തത് മറിയമാണ്. ലാഹോർ അതോറിറ്റി ഫോർ ഹെറിറ്റേജ് റിവൈവൽ അഥവാ ലാഹർ എന്ന പ്രത്യേക അതോറിറ്റിയുടെ പ്രധാന അമരക്കാരി മറിയം തന്നെ. പിതാവ് നവാസ് ഷെരീഫ് ഈ പ്രൊജക്ടിന്റെ മുഖ്യ ഉപദേശകനാണ്. ഈ ആശയം നവാസ് ഷെരീഫിന്റെ ബ്രെയിൻ ചൈൽഡാണ്. കേവലം ബോർഡുകളിലെ പേരുമാറ്റം മാത്രമല്ല ഈ പദ്ധതിയിലൂടെ അവർ ചെയ്യുന്നത്. 50 ബില്യൺ പാകിസ്ഥാൻ രൂപ ചെലവിട്ട് ലാഹോറിലെ ചരിത്ര പ്രസിദ്ധമായ 115-ലധികം പഴയ കെട്ടിടങ്ങൾ, സിഖ് ഹൈന്ദവ ആരാധനാലയങ്ങൾ എന്നിവ നവീകരിക്കാനും ഭൂഗർഭ കേബിളിംഗ്, മികച്ച ഡ്രെയിനേജ് സംവിധാനം എന്നിവയൊരുക്കാനും മറിയം നേരിട്ട് ഉത്തരവിട്ടിട്ടുണ്ട്. ഇത്തരമൊരു പേരുമാറ്റം പാകിസ്ഥാനിൽ നടക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രധാന തടസ്സം അവിടുത്തെ മതമൗലികവാദ സംഘടനകളുടെ പ്രതിഷേധങ്ങളാണ്. എന്നാൽ ഇത്തരം അക്രമങ്ങൾക്ക് മുതിരുന്ന തെഹ്രീകെ ലബൈക്ക് പാകിസ്ഥാൻ പോലുള്ള തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളെ മറിയം നവാസ് സർക്കാർ കർശനമായി നിരോധിക്കുകയും അടിച്ചമർത്തുകയും ചെയ്തു. ഇതാണ് ഒരു പ്രതിഷേധവും കൂടാതെ കൃഷ്ണനഗർ, ജൈൻ മന്ദിർ ബോർഡുകൾ ലാഹോറിൽ ഉയരാൻ കാരണം. പിതാവായ നവാസ് ഷെരീഫിന്റെ സാംസ്കാരിക കാഴ്ചപ്പാടുകൾ സ്വന്തം ഭരണാധികാരം ഉപയോഗിച്ച് ലാഹോറിന്റെ മണ്ണിൽ അതിവേഗം നടപ്പിലാക്കുകയാണ് മറിയം നവാസ് എന്ന മുഖ്യമന്ത്രി ചെയ്യുന്നത്. നവാസ് ഷെരീഫ് കുടുംബത്തിന്റെ ആധിപത്യം രാഷ്ട്രീയത്തിൽ തുടരുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ടുകൂടിയാണ് ഈ പദ്ധതി. ഇതിന്റെ പ്രധാന തസ്തികളിൽ ഇരിക്കുന്നവരും കരാറുകാരുമൊക്കെ നവാസ് കുടുംബത്തിന് വേണ്ടപ്പെട്ടവരാണ്. അതുവഴിയുള്ള കോടികളും ഇവർ ലക്ഷ്യമിടുന്നു. നവാസ് ഷെരീഫിന്റെ സഹോദരൻ ഷെഹബാസ് ഷെരീഫാണ് ഇപ്പോൾ പാക് പ്രധാനമന്ത്രി. ഷെഹബാസ് ഷെരീഫിന് ലാഹോറിലെ പൈതൃക പുനഃസ്ഥാപന നയത്തിൽ എതിർപ്പില്ല. പഞ്ചാബ് പ്രവിശ്യ സർക്കാരിന്റെ ഈ 50 ബില്യൺ രൂപയുടെ ബൃഹത്തായ പ്രൊജക്ടിന് കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയുടെയും പൂർണ്ണമായി പിന്തുണയുണ്ട് എന്നാണ് ദ ഡോൺ അടക്കമുള്ള പാക് പത്രങ്ങൾ എഴുതുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ ഈ നയം സഹായിക്കുമെന്ന് ഷെഹബാസ് ഷെരീഫും കരുതുന്നു. നവാസും ഷെഹബാസും തമ്മിൽ പ്രത്യക്ഷത്തിൽ ഭിന്നതയില്ലെങ്കിലും അവരുടെ പ്രവർത്തന ശൈലിയിലും രാഷ്ട്രീയ സാഹചര്യങ്ങളിലും കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. നവാസ് എപ്പോഴും ഇന്ത്യയുമായി നല്ലൊരു സാംസ്കാരിക വ്യാപാര ബന്ധം ആഗ്രഹിക്കുന്ന കുറച്ചുകൂടി ലിബറലായ വ്യക്തിത്വമാണ്. എന്നാൽ ഷെഹബാസ് ഷെരീഫിന് കശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാക് സൈന്യത്തിന്റെ താൽപ്പര്യങ്ങൾക്കൊപ്പമാണ് നിൽക്കാറുള്ളത്. ഇത് പുറത്തുനിന്നുള്ളവർക്ക് ഭിന്നതയായി തോന്നാമെങ്കിലും പാർട്ടിക്കുള്ളിൽ ഇരുവരും ഒരേ മനസ്സോടെയാണ് നീങ്ങുന്നത്. ഷെഹബാസ് ഷെരീഫ് കേന്ദ്രഭരണത്തിലും അന്താരാഷ്ട്ര കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നവാസും മകൾ മറിയവും അവരുടെ കുടുംബത്തിന്റെ രാഷ്ട്രീയ കോട്ടയായ പഞ്ചാബ് പ്രവിശ്യയുടെ ഭരണത്തിലും സാംസ്കാരിക വികസനത്തിലുമാണ് ശ്രദ്ധിക്കുന്നത്. മുമ്പ് ഷെഹബാസ് പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നഗരവികസനത്തിന്റെ പേരിൽ ലാഹോറിലെ ചില പഴയ കളിസ്ഥലങ്ങളും ഗുസ്തി അഖാഡകളും പൊളിച്ചു നീക്കിയതിന് വിമർശനം നേരിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ജ്യേഷ്ഠൻ നവാസ് ഷെരീഫിന്റെ നിർദ്ദേശപ്രകാരം മകൾ മറിയം നവാസ് അതേ കളിസ്ഥലങ്ങൾ വരെ പൈതൃക പദ്ധതിയുടെ ഭാഗമായി പുനഃസ്ഥാപിക്കുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന പാകിസ്ഥാൻ 5000 കോടി പാകിസ്ഥാൻ രൂപ ചെലവിട്ട് ഇതുപോലെ ഒരു പദ്ധതി നടപ്പാക്കുന്നതിന് പിന്നിൽ മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. സൈന്യത്തിൻ്റെയും ISIയുടെ നിയന്ത്രണത്തിൽ നിന്ന് മുക്തമാണ് ഭരണകൂടം എന്ന ഒരു ധാരണ പരത്തുകയാണ് ഇതിൽ പ്രധാനം. രണ്ടാമത്തേത് ഷെരീഫ് കുടുംബത്തിലെ അധികാര പ്രശ്നങ്ങളാണ്. ഷെഹബാസ് ഷെരീഫിന് ശേഷം മറിയം നവാസിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ ഇമേജ് ബിൽഡ് ചെയ്യുക എന്ന ലക്ഷ്യം കൂടി ലാഹോർ പ്രൊജക്ടിനുണ്ടെന്നാണ് വിലയിരുത്തൽ.
പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന നവാസ് ഷെരീഫിന്റെ ബസ് നയതന്ത്രമൊക്കെ ഏറെ ചർച്ചയായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയും പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫും ചേർന്ന് 1999 ഫെബ്രുവരി 20-നാണ് ചരിത്രപ്രസിദ്ധമായ ഡൽഹി ലാഹോർ ബസ് സർവീസ് ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് കാർഗിൽ യുദ്ധത്തോടെ ഇതെല്ലാം അട്ടിമറിഞ്ഞു. അന്നത്തെ പാക് സൈനിക മേധാവി ജനറൽ പർവേസ് മുഷറഫ് ആസൂത്രണം ചെയ്തതായിരുന്നു ഈ നുഴഞ്ഞുകയറ്റം. അതോടെ ബസ് സർവീസിനും ഇന്ത്യയുമായിട്ടുള്ള നല്ല ബന്ധത്തിനും വിള്ളൽ വീണു. യുദ്ധസമയത്തും പിന്നീട് 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണത്തെ തുടർന്നും ബസ് സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും പിന്നീട് പുനരാരംഭിച്ചിരുന്നു. എന്നാൽ 2019 ഓഗസ്റ്റിൽ ഇന്ത്യ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാൻ ഈ ബസ് സർവീസ് ഔദ്യോഗികമായി എന്നേക്കുമായി നിർത്തലാക്കി. പിന്നീട് പർവേസ് മുഷറഫ് നവാസിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചതും ചരിത്രം. തുടർന്ന് നവാസിനെതിരെ ഭീകരവാദം, വധശ്രമം എന്നീ കുറ്റങ്ങൾ ചുമത്തി കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. അങ്ങനെയാണ് അദ്ദേഹം നാടുവിടുന്നത്. ജയിൽ ശിക്ഷ ഒഴിവാക്കുന്നതിന് പകരമായി നവാസ് ഷെരീഫ് അടുത്ത 10 വർഷത്തേക്ക് പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ ഇടപെടില്ലെന്നും രാജ്യം വിട്ടുപോകണമെന്നും വ്യവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ 2000 ഡിസംബറിൽ നവാസ് ഷെരീഫിനെയും കുടുംബത്തെയും പാകിസ്ഥാൻ സർക്കാർ പ്രത്യേക വിമാനത്തിൽ സൗദി അറേബ്യയിലേക്ക് നാടുകടത്തി. വർഷങ്ങളോളം ജിദ്ദയിൽ പ്രവാസിയായി കഴിഞ്ഞ അദ്ദേഹം 2007-ലാണ് വീണ്ടും പാകിസ്ഥാനിലേക്ക് തിരിച്ചെത്തുന്നത്. തുടർന്ന് 2017-ൽ പനാമ പേപ്പർ അഴിമതി കേസിൽ കുടുങ്ങി വീണ്ടും കോടതി അദ്ദേഹത്തെ അയോഗ്യനാക്കുകയും ജയിലിലടക്കുകയും ചെയ്തപ്പോൾ ചികിത്സയ്ക്കായി അദ്ദേഹം ലണ്ടനിലേക്ക് പോവുകയും 2023 വരെ അവിടെ രണ്ടാമതും പ്രവാസ ജീവിതം നയിക്കേണ്ടി വരികയും ചെയ്തു. ഇതിനുശേഷമാണ് പാകിസ്ഥാനിൽ കാര്യങ്ങൾ മാറുകയും നവാസ് ഷെരീഫ് തിരിച്ചെത്തുകയും ചെയ്യുന്നത്. 2024 ഫെബ്രുവരിയിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം 2 മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കുകയും ഒരു സീറ്റിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ട എന്ന് നവാസ് ഷെരീഫ് സ്വയം തീരുമാനിക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയായ PMLN ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ല. 3 തവണ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ അദ്ദേഹം ഭൂരിപക്ഷമില്ലാത്ത ഒരു ദുർബല സർക്കാരിന്റെ തലപ്പത്തിരിക്കാൻ ആഗ്രഹിച്ചില്ല. പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുള്ള പാക് സൈന്യത്തിന് നവാസ് ഷെരീഫിനേക്കാൾ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന അനുജൻ ഷഹബാസ് ഷെരീഫിനോടായിരുന്നു താൽപ്പര്യം. ഒടുവിൽ നവാസ് ഷെരീഫ് തന്നെയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഷഹബാസിന്റെ പേര് നിർദ്ദേശിച്ചത്. ഷഹബാസിന്റെ കുടുംബവും പാക് രാഷ്ട്രീയത്തിൽ സജീവമാണ്. മൂത്ത മകനായ ഹംസ ഷഹബാസ് പ്രമുഖനായ ഒരു യുവ രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം മുമ്പ് പഞ്ചാബ് പ്രവിശ്യയുടെ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നിലവിൽ പാർട്ടിയിലും പഞ്ചാബ് രാഷ്ട്രീയത്തിലും അദ്ദേഹം ശക്തമായ സാന്നിധ്യമാണ്. മറ്റൊരു മകനായ സുലൈമാൻ രാഷ്ട്രീയത്തിൽ നേരിട്ട് സജീവമല്ല. പക്ഷേ കുടുംബത്തിന്റെ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഇദ്ദേഹമാണ്. പലപ്പോഴും രാഷ്ട്രീയ വിവാദങ്ങളിലും ഇദ്ദേഹത്തിന്റെ പേര് വരാറുണ്ട്. നവാസ് ഷെരീഫിന്റെ മകൾ മറിയം നവാസ് പഞ്ചാബ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഷഹബാസ് ഷെരീഫിന്റെ മകൻ ഹംസ ഷഹബാസ് പാർട്ടിയുടെ അടുത്ത തലമുറയിലെ മറ്റൊരു പ്രധാന നേതാവായി വളരുകയാണ്. ഇപ്പോൾ ഹംസയെ വെട്ടി മറിയത്തിന്റെ ഇമേജ് വളർത്താനുള്ള നീക്കമായും ലാഹോർ പദ്ധതിയെ വിലയിരുത്തുന്നുണ്ട്. എന്തൊക്കെയായാലും അടുത്ത കാലത്തൊന്നും പാകിസ്ഥാനിൽ നിന്ന് ഇത്രയും നല്ല വാർത്ത കേട്ടിട്ടില്ല എന്നതും സത്യമാണ്.